എല്ലാ ജീവാത്മാക്കളും ഭഗവാനെയാണ് ആരാധിക്കേണ്ടത്. എങ്ങനെയാണോ ഒരു കാളയെ മൂക്കയറിട്ട് ബന്ധിപ്പിക്കുന്നത്, അതേപോലെ എല്ലാവരും ഭഗവാന്റെ നിയമങ്ങളാൽ ബന്ധിതനാണ്. എങ്ങനെയാണോ ഒരു നാടകം ചെയ്യുന്ന വ്യക്തി അവരുടെ കഥയനുസരിച്ച് എല്ലാം തയ്യാറാക്കുന്നത്, അതേപോലെയാണ് ഭഗവാൻ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതും പിരിക്കുന്നതും. ഏതൊരു സാഹചര്യത്തിലും ആത്മാവ് നിത്യമാണെന്ന് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, എല്ലാം എന്നേക്കും ഉണ്ടെന്ന് വിചാരിച്ചാലും ഇല്ലെങ്കിലും, എല്ലാം നിർഗുണ നിരാകാര ബ്രഹ്മമാണെന്ന് വിചാരിച്ചാലും, അതോ ഭൗതിക വസ്തുവിന്റെയും ആത്മീയ വസ്തുവിന്റെയും മിശ്രിതമാണെന്ന് കരുതിയാലും, നമുക്ക് ഈ വിയോഗം തോന്നുന്നത് എന്തായാലും ഒരു മായ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനെക്കുറിച്ചും കരയുന്നത് അത് നിരർത്ഥകമാണെന്ന് നാരദ മഹർഷി പറയുന്നു.